ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മളിന്ന് കുക്കിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അച്ചാറിടാനാണ്. അതായത് അച്ചാറിടുന്നതിന് മീൻ എടുത്തിരിക്കുന്ന കോലയാണ്. ഇതുണ്ടോ, ഞാനിത് ഡോലാമ്മ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചേറെ കോലയുണ്ട്. ഇത് നമ്മൾ അച്ചാറിടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാനും കൂടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടിയെല്ലാം ക്ലിയർ ചെയ്തിട്ട് ബാക്കി ഭാഗം കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. കണ്ടോ, കോല 2 കിലോ കോലാനുണ്ട്. അത് വൃത്തിയാക്കി പീസാക്കി വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: കരിയാപ്പല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, ഉലുവയാണ്. ഇത് മസാലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകവും അത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, പെരിഞ്ജീരകം, കുരുമുളക്, ഇത്രയും സാധനമാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ അച്ചാറിടുന്ന മീൻ വറക്കുന്നതിന് വേണ്ടി. ഇതും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെയാണ് നമ്മൾ അത് പുരട്ടി വെക്കുന്നത്. ഇത് പുരട്ടി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തുള്ളൂ. മഞ്ഞപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, കടുക്, വിനാഗിരി, വെളിച്ചെണ്ണ നമ്മൾ വീട്ടിലാട്ടിയ തന്നെ എടുക്കുന്ന വെളിച്ചെണ്ണയാണ്. നമ്മുടെ തന്നെ കൊപ്ര ഉണ്ടാക്കി വെളിച്ചെണ്ണ എടുത്തതാണ് ഇത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അച്ചാറിടുന്നതിന് വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മീൻ പുരട്ടി വെക്കാം. ലോലാമ്മ തന്നെ പുരട്ടട്ടെ. മീൻ പുരട്ടുന്നതിന് ഉള്ള തയ്യാറെടുപ്പിലാണ്. മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ശകലം കൂടിയാലൊന്നും കുഴപ്പമില്ല. മസാലയാണ് ഇത്. എല്ലാം കൂടെ പുരട്ടി ക്ലിയർ ചെയ്ത് വെക്കുക. വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം അത് ഇരിക്കണം, ഉപ്പ്. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ അടുപ്പ് കൂട്ടി തീ കത്തിച്ച് എല്ലാം റെഡിയാക്കുക. അത് പുരട്ടി വെക്കട്ടെ. അപ്പം അത് നമ്മൾ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ വെളുത്തിരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല. മുളക് പൊടി നമ്മൾ ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇത് വറക്കുമ്പം നല്ല കളറായി. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്ന കുരുമുളക് പൊടിയാണ്. മസാലയ്ക്കകത്ത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പ് ഒന്ന് റെഡിയാക്കി വരുമ്പം ഇതും റെഡിയാവും. അത് നമ്മൾ മീനാണ് വറക്കുന്നത്. അപ്പം നമുക്ക് അടുപ്പ് ശരിയാക്കുന്നത് തുടങ്ങാം. തീ കത്തി പിടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ അടുപ്പ് എല്ലാം കത്തിച്ച് തീ ഇപ്പം നിറയെ പിടിച്ചു. അപ്പം നമുക്ക് വറക്കുന്നതിനുള്ള ഉരുളി എടുത്ത് വെക്കാം. ഈ ഉരുളി അലൂമിനിയം ആയതുകൊണ്ട് ഷടയെന്ന് ചൂട് പിടിക്കും. അപ്പോൾ എണ്ണ ചരിച്ചു എണ്ണയായിരിക്കും. വെളിച്ചെണ്ണയാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണിത്. ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം കരിയാപ്പിലയും കൂടെ ഇടാം. മീനിടാൻ പോവാണ്. നമ്മൾ ഇതിനു മുമ്പും പല മീനിൻ്റെ അച്ചാർ ഇട്ടിട്ടുണ്ട്. പക്ഷേ കോലാകൊണ്ട് അച്ചാർ ഇടുന്നത് ആദ്യമാണ് നമ്മൾ. ഇതിപ്പോൾ നമ്മൾ അടുപ്പിലിട്ടിരിക്കുകയാണ്. ഇത് മൂത്ത് വരുമ്പോൾ കോരുന്ന സമയത്ത് ഇനി ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി നോക്കാം. കോലാകൊണ്ട് അച്ചാറിടുന്നത് ഞാൻ ആദ്യമാണ്. കുഴപ്പമില്ല, ഒടിഞ്ഞു പോകത്തില്ല. കഷ്ണം അതുപോലെ തന്നെ നിലനിർത്താനാണ് ഇപ്പം ഈ ഇളക്കുന്നത്.
ഇതൊന്നും ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പൊടിയാതെ സാവകാശം ഒന്ന് ഇളക്കി കൊടുക്കണം. ഏതാണ്ട് മീൻ മൂത്തിരിക്കുകയാണ്. ഇത് കണ്ടമാനം മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റൊരു ടേസ്റ്റായി പോകും. കഴിയുന്ന മാക്സിമം മൂപ്പിച്ചെടുക്കണം. കാര്യം ഇത് കുറേ ഏറെ ദിവസം ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം മൂപ്പിക്കാവുന്ന അത്ര മൂപ്പിച്ച് നമ്മൾ എടുക്കണം. എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ മറ്റൊരു ടേസ്റ്റായി പോകും. ഇത് കുറേ ഏറെ ദിവസം നമുക്ക് ഇരിക്കാനുള്ള ഇതായതും കൊണ്ട് നമ്മൾ മാക്സിമം മൂപ്പിച്ചെടുക്കുകയാണ്. ഒട്ടും വെള്ളമയം ഇല്ലാതെ എടുക്കുകയാണ്. ഒരാറായില്ലേ കോരിക്കുന്നത്? അപ്പോൾ നമ്മൾ മീൻ കോരിയെടുക്കുകയാണ്. ഇതിനകത്തിപ്പം കോരുമ്പം കുറച്ച് എണ്ണമയം കിടന്നെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമില്ല. ഇത് തന്നെ നമ്മൾ വീണ്ടും അച്ചാർ ഇടുകയാണല്ലോ. എണ്ണയ്ക്കകത്ത് തന്നെയാണ് അച്ചാർ ഇടുന്നത്. കാര്യം ഒട്ടും വെള്ളമയം പാടില്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കോരിയെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കും. ഓക്കെ, മീൻ വറുത്ത് കോരിക്കഴിഞ്ഞ് ഇനി ആദ്യത്തെ പറഞ്ഞാൽ കുറച്ച് ഉലുവ നമ്മൾ ഇടുകയാണ്. ഉണ്ടോ? ഉലുവ പൊട്ടിക്കഴിഞ്ഞ് അടുത്ത് നമ്മൾ കടുകിടുകയാണ്. കരിവേപ്പില. ഇത് നമ്മൾ വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളിയുടെ ഇത് നിറം മാറിക്കഴിയുമ്പോൾ അടുത്തത് നമ്മളിടും. അപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ കളറ് മാറി. അടുത്ത നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചിയും ഒരുവിധം നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ഇടും. കാര്യം ഇതിനകത്ത് ഒട്ടും വെള്ളമയം പാടില്ല. നമുക്ക് പച്ചമുളക് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരുവിധം മൂത്തിരിക്കുകയാണ്. പച്ചമുളക് കൂടെ ഇട്ട് ഇത് നല്ലപോലെ വെള്ളം പറ്റി കഴിയുമ്പോൾ, നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്കടുത്ത മുളക് പൊടി ഒക്കെ ഇട്ട് റെഡിയാക്കാം. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഏതാണ്ടൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മീനിൻ്റെ സംഭവമുണ്ടോ? മീൻ ഈ സ്വരം കേൾക്കുന്നില്ലേ? ഇതിനകത്തൊട്ടും വെള്ളമില്ലാതെ ഈ പരുവത്തിൽ തന്നെ വറുത്തെടുക്കണം. എങ്കിൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ അത് മൂത്തിരിക്കുകയാണ്. ഇപ്പോൾ തീ കൂടുതലായതുകൊണ്ട് നമ്മൾ അത് വാങ്ങി താഴോട്ട് വെച്ചിരിക്കുകയാണ്. മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തിരിക്കുകയാണ്. അപ്പോൾ മുളകും മൂത്തിരിക്കുകയാണ്. നമുക്ക് മീനിടാം. ഇതിപ്പോൾ എണ്ണ കൂടുതലല്ല, എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ ഈ അച്ചാർ ഇടുന്നത്. അപ്പോൾ ഇത് ഈ മീനൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് അരിഞ്ഞു കഴിയുമ്പോൾ ഒട്ടും എണ്ണ ഇല്ലാതെ ക്ലിയർ ആകും. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പ് നോക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ വിനാഗിരിയാണ് ചേർക്കേണ്ടത്. നമ്മൾ ആദ്യം മീനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, മറ്റുള്ളതിനൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്തുമാത്രം ഉപ്പ് ചേർക്കണം, ഉപ്പ് കുറവായിരിക്കാം, ഉപ്പ് എന്തുമാത്രം ചേർക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ.
ഉപ്പില്ല. അപ്പം നമുക്ക് ഇനി ഉപ്പ് ചേർക്കണം. ആ, കുറച്ചൊരു ഇനി നമുക്ക് ലാസ്റ്റ് പുളിക്ക് വേണ്ടി വിനാഗിരി അരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാം ചേർക്കേണ്ട ചേരുവകളെല്ലാം ചേർത്ത് ഇപ്പോഴും മീൻ നല്ല കടല കിടക്കുന്ന പോലെ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ കിടന്നാലേ ഇത് ഒത്തിരി നാൾ ഇരിക്കത്തുള്ളൂ. ഒട്ടും വെള്ളമേ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഈ എണ്ണ കുറച്ച് ദിവസം കഴിയുമ്പോൾ എണ്ണയും മീൻ പിടിക്കും. വിനാഗിരി നമുക്ക് ഇരിക്കാം. ഓക്കെ, ഇങ്ങനെയുണ്ട്. വിനാഗിരിയും ചരിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം വിനാഗിരി എന്തുമാത്രം വേണം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയ അച്ചാറിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കണ്ടേ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഉപ്പും മറ്റെല്ലാം പാകത്തിനാണ്, എന്നാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇപ്പോഴും നല്ല ചൂടാണ്. ഈ എണ്ണ അങ്ങ് പറ്റിപ്പോവും. കണ്ടോ അച്ചാറ്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഇടുകയാണ്. കോലായ ഉണ്ടല്ലോ അച്ചാർ, ഇതിൻ്റെ ടേസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നല്ല ചൂടാണ്, എണ്ണയായതും കൊണ്ട് നോക്കാം. ലോലാമ്മയോട് ഒന്ന് നോക്കട്ടെ, എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ കോലാണ്ടുള്ള അച്ചാർ അടിപൊളിയാണ്. ഇതേ രീതിയിൽ എല്ലാവരും അച്ചാറിട്ടാൽ നല്ല കണ്ടീഷനായിട്ട് കുറച്ചേറെ നാളെന്ന് പറഞ്ഞാൽ ഒരു 4-5 മാസമെങ്കിലും ഈ അച്ചാർ ഒരു കേടും കൂടാതിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും അച്ചാറുണ്ടാക്കുക, ഇത് ട്രൈ ചെയ്യുക. അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് എരിവും മറ്റും ചേർക്കേണ്ടത് ചേർത്തോണം, മുളക് പൊടി. അപ്പം ഞങ്ങളുടെ ഈ കോല അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതാണ്.